വോട്ടിന്റെ ദിവസം ആയതുകൊണ്ട് തന്നെ വിൻചേട്ടനും തേജുനും ഒക്കെ ലീവ് ആവുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തലേന്ന് തന്നെ ഒരു ഫിലിമിനൊക്കെ പോകാന്നുള്ള പ്ലാനിൽ ഇതേ ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പിന്റെയും പാന്റിന്റെ ഒക്കെ ലിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ റൈറ്റ് സൈഡിൽ കൊടുക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ടോപ്പൊക്കെ നമുക്ക് വേറെ കാഷ്വൽ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പൊ രണ്ടും ഞാൻ കൊടുക്കാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് തേജുവിന്റെയും പുറപ്പെടൽ കഴിഞ്ഞു, വിൻചേട്ടനെയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പൊട്ടാൻ നിൽക്കുകയാണ്. തേജുവിന് ഷർട്ട് എനിക്കിപ്പോൾ തേജുവിന് ഷർട്ട് ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമൊക്കെ അവൻ ഷർട്ട് ഇട്ട് കാണാൻ. പക്ഷെ അവന് ഇഷ്ടമല്ല കേട്ടോ. അതാണ് ആ മുഖത്തിന് ഒരു തെളിച്ചൊന്നും ഇല്ലാത്തത്. അപ്പൊ നമ്മളിത് നമ്മുടെ ഗരുഡാമാളിലേക്ക് കേട്ടോ വന്നിരിക്കണത്. ഇവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ അലക്സിൽ നോക്കിയതായിരുന്നു, പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ നമ്മൾ നേരെ ഇങ്ങോട്ട് പോന്നു. ഒരു ഷർട്ട് ഇട്ട് കൊടുത്തേനാണ് കേട്ടോ ഈ ഒരു നിപ്പ് നിൽക്കണത്. തീരെ ഇഷ്ടമായിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടി ഷർട്ട് ഇടുന്നത്. പിന്നെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, വിൻഷേന്റെ ഫ്രണ്ട്സിനായിട്ടാ നാട്ടിലത്തെ കണ്ണനും കുട്ടേട്ടനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരും വന്നു. പിന്നെ ഞങ്ങളതേ നേരെ ഉള്ളിലേക്ക് കയറിട്ട് അപ്പൊ ഏത് പടാണോ കാണുന്നത് വെച്ചാൽ അതിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ തേജുവിനൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ പടം തൊട്ട് കാണിച്ചിട്ട് ഇത് അവിടെ നിൽക്കണതാണ്. അപ്പൊ നമ്മൾ കാണാൻ വന്നിരിക്കുന്ന പടം കളങ്കാവലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് ഈ ഒരു പേര്. സത്യം പറഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ എഴുതി കാണിക്കുമ്പോഴേ പേര് ശരിക്കും വായിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഇത് ഇന്റർവെല്ലായിട്ട് തേജുവിനെ ഇത് ചെറുതായിട്ട് മുഖമൊക്കെ ഒരു തെളിച്ചിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കയറുമ്പോൾ അവനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇന്റർവെല്ലായിപ്പോൾ അതേ വിൻചേട്ടനും അവനും കൂടി പോയിട്ട് വാങ്ങാട്ടെ ചെയ്തത്. അപ്പൊ എന്താ ഫ്രൂട്ടി വെള്ളം തായിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രൂട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ അവന് പോപ്കോണും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനും തേജും കൂടി അത് കഴിച്ചു. ഈ പോപ്കോൺ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല ഒരു പുളിയും ഉപ്പും ഒക്കെ കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരുന്നു. പിന്നെ പടം കഴിയുന്നോട് കൂടിയിട്ടായിരുന്നു കേട്ടോ ഉറക്കണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എനിക്കുമ്പോൾ അവനും എനിറ്റു. പിന്നെ നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. പിന്നെ എന്തായാലും ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ടാ നിൽക്കണത്. അതായത് നമ്മൾ നോൽമ്പ് നമ്മുടെ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതോടുകൂടി അങ്ങോട്ട് മുറിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും ഒരു നോണ് കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പട്ടാമ്പി തന്നെ കേട്ടോ ഒരു ഹോട്ടലിലേക്ക് വരികയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഫുഡൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ കയറി ചെല്ലുന്ന സമയം എന്ന് പറയുന്നത് 11:30 ഒക്കെ ആണ്. പിന്നെ വോട്ടിൻ്റെ ഒരു ഇത് കാരണം എല്ലാവർക്കും മൊത്തം ചിലവും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തേജുവിന് ബിരിയാണിയും പിന്നെ എന്തോ ഒരു വെറൈറ്റി അൽഫാമാട്ടത്, എന്തോ സോസൊക്കെ ഒഴിച്ച് ഭയങ്കര ഒരു വെറൈറ്റി അൽഫാമായിരുന്നു. അതൊക്കെ പറഞ്ഞു. ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ സോസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഇങ്ങനെ മുക്കി കഴിക്കാൻ. തേജുവിന് പിന്നെ ബിരിയാണിയാണ് അവൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. മന്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും അതേ കുറച്ച് ബിരിയാണിയും റൈസ് കുറച്ച് കഴിച്ചു. പിന്നെ അതൊന്നും ടേസ്റ്റ് നോക്കി. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ കൊടുത്തിട്ട് ഇതേ വീട്ടിലേക്ക് പോവാട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാൻ ഡ്രസ്സിൻ്റെ ലിങ്ക് റൈറ്റ് സൈഡിൽ കൊടുക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കോട്ടെ. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ.